എടോ മൈഗുണാപ്പ, ഞാൻ പറയുന്നൊന്ന് അങ്ങോട്ട് കേൾക്ക്. എക്സൈസ് നിയമപ്രകാരം പള്ളിക്കൂടവും ബാറും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാ. ആ നിയമം പാലിച്ചേ പറ്റൂ. അപ്പോ ബാറിരിക്കുന്ന പുതിയ 10 നില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണോ? എടോ, പുതിയ കെട്ടിടം പൊളിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ബാറല്ല നമ്മൾ പൊളിക്കുന്നത്. ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഇട്ടിരിക്കാൻ ഞാൻ. അതിന് വകുപ്പ് ഞാൻ വേറെ കണ്ടുപിടിച്ചു. എക്സൈസും വിദ്യാഭ്യാസം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയെ ഞാൻ. താൻ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അതെ. കമ്മീഷൻ ഇപ്പൊ എത്ര സാർ? ദാസ്ബാ, നീ ആ സ്റ്റേറ്റ് കാർ എടുത്തുകൊണ്ട് പോയിട്ട് 50 കുപ്പി മിനറൽ വാട്ടർ വാങ്ങി മണിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക്. എന്റെ ഭാര്യ മണിയമ്മ മിനറൽ വാട്ടറിലെ കുളിക്കണേ, പക്ഷെ കളർ വയ്ക്കണല്ലേ. മണിയമ്മ ചേച്ചിക്ക് 50 കുപ്പി ഉണ്ട്, എന്താകാനാ? നല്ല തടിയല്ലേ? അത് മതിയടോ. അവള് കുളി തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം. പിന്നെ അവനിപ്പം എത്തും ആ കമ്മീഷണർ. 10 ലക്ഷം പോരാ, ഇനി ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും താനങ്ങ് സമ്മതിച്ചേക്കണം. അയാള് മനസ്സ് വെച്ചാലേ തന്റെ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. സല്യൂട്ടൊന്നും വേണ്ട കമ്മീഷണറെ, ആര് കാണാനാ? ഇതാ ഇങ്ങോട്ട് ഇരുന്നേൻ. വേണ്ട സർ. പ്രോട്ടോകോളൊന്നും നോക്കണ്ട രാമനാഥ. പ്രോട്ടോ കേളല്ല സർ, പ്രോട്ടോകോൾ. എന്തായാലും പ്രോ ഉണ്ടല്ലോ. നമ്മളിപ്പോ സുഹൃത്തുക്കളാണോ? ഞാൻ മന്ത്രിയായത് എന്റെ തെറ്റാണോ? അല്ല സർ, ജനങ്ങളുടെ തെറ്റാണ്. തമാശ തമാശ. എന്നെ വിളിപ്പിച്ച കാര്യം പറ സർ. പറയാം. ഇതാരാണെന്നറിയോ? ഇയാളെ നമ്മുടെ വിഷമദ്യ ദുരന്ത കേസിലെ 1-ാം പ്രതി പൊന്നച്ചന്റെ അനിയനല്ലേ? എനിക്കറിയാം സർ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന്റെ പാട് എപ്പോഴും ഇയാളുടെ ദേഹത്തുണ്ടാവും അല്ലേടോ? അതെ, ചോദ്യം ചെയ്തപ്പോ ഞാൻ 1-2 കള്ളം പറഞ്ഞു. പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരെ തല്ലാനുള്ളവരാ അല്ലേ കമ്മീഷണറെ? പിന്നെ ഞാനൊരു റെക്കമെൻഡേഷന് വേണ്ടിയാ വിളിപ്പിച്ചത്. പൊന്നച്ചനെതിരെയുള്ള കുറ്റപത്രം മറ്റന്നാളെ കോടതിയിൽ സമർപ്പിക്കുന്നത് കേട്ടു. അയാൾക്ക് കൊലക്കയർ വരെ കിട്ടാവുന്ന തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ദൈവം തമ്പരം വിചാരിച്ചാൽ പോലും പൊന്നച്ചനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല സർ. പറ്റണം. അതിനാ കമ്മീഷണർ വിളിപ്പിച്ച്. കമ്മീഷണറും ഞാനും അവറാച്ചനും നമ്മുടെ പാർട്ടിയൊക്കെ ഒരേ ഗ്രൂപ്പാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞ്. മനസ്സിലായോ? അവറാച്ചന്റെ 100 ഏക്കർ ഏലത്തോട്ടം ഉള്ള കാര്യം നേരെ പറയാലോ. കമ്മീഷണർക്ക് വീണ്ടും കാശുണ്ടാക്കാനുള്ള ഒരു തന്ത്രം പറയാനാ വിളിപ്പിച്ചേ. ഞാൻ എന്ത് തന്ത്രം പയറ്റിയാലും ശിക്ഷ വിധിക്കുന്നത് കോടതിയല്ലേ സർ? കോടതിയൊക്കെ രാമനാഥന്റെ പേനയുടെ മുമ്പിൽ പുഴുക്കളാ. അതൊക്കെ എനിക്കറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. കുറ്റപത്രത്തിൽ പൊന്നച്ചന് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായിരിക്കണം. കമ്മീഷണറെ, പൊന്നച്ചനകത്തായാൽ മദ്യദുരന്തം തീരുന്നു തോന്നുന്നുണ്ടോ? ചുമ്മാതാ. ഒരു വൈപ്പിൻ, പിന്നെ പുനലൂര്, കല്ലുവാതിക്കൽ, കല്ലമ്പലം, അതിങ്ങനെ മനുഷ്യചങ്ങല പോലെ നീളും. 15 പേരെ കൊന്നൊരു പൊന്നച്ചൻ പോയാൽ 100 പേരെ വിഷം കൊടുത്തു കൊല്ലാൻ മറ്റൊരു പൊന്നച്ചൻ വരും. വന്നില്ലെങ്കിൽ സാറിനെ പോലുള്ളവർ വരുത്തും. വരുത്താതിരിക്കാൻ പറ്റുമോ നീയ? നിലനിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ശിക്ഷിക്കേണ്ടത് പൊന്നച്ചന്മാരെ അല്ല സർ, അവരെ സൃഷ്ടിക്കുന്ന ഗുണശേഖരന്മാരെയാണ്. അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങുകയും ധൂർത്തടിക്കുകയും മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്യുന്ന നിങ്ങൾ രാജാവായിരുന്നുകൊണ്ട് തന്റെ പ്രജകൾക്ക് വിഷവീര്യം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നു. ഇതെല്ലാം അറിയുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പാവപ്പെട്ട നിയമപാലകർ നിങ്ങൾക്ക് വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ ഈ കറുത്ത ഭാഗത്താണ് സർ രാമനാഥൻ. പൊന്നച്ചന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യല്ലേ? പൊന്നച്ചനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ മന്ത്രി ഗുണശേഖരന്റെ കുടുംബ ഖജനാവിലോട്ടും അയാളുടെ പാർട്ടി ഖജനാവിലോട്ടും എത്ര കൊടുക്കാന്നാടോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? 1 കോടി. സാറിന് 10 ലക്ഷം രൂപ തരണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൊന്നച്ചൻ പേരിന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുമെന്ന് സത്യമിട്ട് പറഞ്ഞതാ സാർ ഈ 2 മന്ത്രിമാരും. ഒടുവിൽ ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. ഒരു 100 കോടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് അവർ 5 വർഷമായി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയതിൻ്റെ 10-1 പോലും ഇല്ല സാർ. ഞങ്ങളെ രക്ഷിക്കണം സാർ. ചേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ചേട്ടത്തെയും പിള്ളേരും ആത്മഹത്യ ചെയ്യും. രക്ഷിക്കാം, പക്ഷെ ഒരു ഉറപ്പ് തരണം. എന്തുറപ്പ് വേണേലും തരാം സാർ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എക്സൈസ് മന്ത്രി ഗുണശേഖരനോ അയാളുടെ ചീഞ്ഞു നാറിയ പാർട്ടിക്കോ കൊടുത്തു പോരുത് സാർ. മേലിൽ ഈ പണി ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. എടോ, ഇങ്ങനെ കൊലച്ചോറുണ്ടാ തന്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഗതി കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ വിഷമദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു 15 പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. കണ്ണ് നഷ്ടപ്പെട്ട 8 പേരുണ്ട്, അവർക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കണം. പറ്റുമോ?
സാർ അത് പറ്റില്ല, പറ, എനിക്ക് വേറെ പണിയുണ്ട്. കൊടുക്കാം സാർ. നാളെ തന്നെ വേണം. എന്റെ ആള് തന്റെ കൂടെ വരും. പിന്നെ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയും അയാളുടെ തന്നെ കൊടുത്താൽ മതി. തന്റെ ചേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല സാർ. മറന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കരുത്. നാളെ തന്നെ പറഞ്ഞ രൂപ കൊടുത്തിരിക്കണം. മറ്റാരും ഇവരെ അറിയാനും പാടില്ല. മന്ത്രിയോട് എന്നെ പറ്റി 10 ചീത്ത പറഞ്ഞിട്ട് താൻ വയ്ക്കോ സാർ. ഇംഗ്ലീഷ് പേപ്പറാ എന്തായാലോ കുന്തം ആ കാണ്ടാമൃഗത്തിനോട് എന്ത് പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. മന്ത്രി എന്നെ വിളിച്ചെടുത്ത് കളിയാക്കിയായിരുന്നല്ലേ? ഞാനൊന്ന് പറയണ കേക്ക്. ഈ താനുമായിട്ട് ഒരു കോളിനും ഞാനില്ല. കേസിൽ നൂരാൻ വേറെ വഴി നോക്കിക്കോളാം. അത് താൻ എന്നാ കോപ്പിലെ പരിപാടിയാണോ കാണിച്ചേ? കാശ് കൂടുതലാണെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? എന്റെ 1 കോടി രൂപ കളഞ്ഞേ. ഇങ്ങനെ 1 കോടിയും 2 കോടിയൊക്കെ കൈക്കൂലി മേടിക്കുന്നത് മോശമല്ലേ മിനിസ്റ്ററെ? പണ്ട് കോടിയും മോന്തായുമില്ലാത്തൊരു ചെറ്റക്കുടലില് കട്ടൻ കാപ്പിയും കപ്പലട്ടിയും കഴിച്ച് വിശപ്പടിക്കിരുന്ന ഗുണശേഖരൻ ഇപ്പോ ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. കമ്മീഷണറെ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് വീട്ടിലേക്ക്, അവറാച്ചനോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചാണ്ടില്ല. തന്റെ തൊപ്പിയല്ല, തൊപ്പിയിരിക്കുന്ന തലയാങ്ങളെയും പന്ന കഴിവറുടെ മോനെ. എന്റെ കൈയുടെ ചൂട് നിനക്ക് ഓർമ്മയുണ്ടല്ലോടാ. കുറെ നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. 15 വർഷം മുമ്പ് 10 തേങ്ങ കട്ടതിന് കള്ളം ഗുണശേഖരനെ കുനിച്ചു നിർത്തി ഇടിച്ച കയ്യായത്. ഇപ്പൊ വയനാട്ടിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് നീ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മന്ത്രിയായി. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. എന്ത് കഷ്ടം. നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും മരപ്പിച്ച് വലതുകാലം ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കണി മേരിയമ്മേ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളി മേടച്ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കണ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയും കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. മോനെ മിണ്ടിപ്പോരുത് ശാവുമേ. ഇതാണോ ഡെയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. പ്രസംഗിക്കാതെ കയറി അകത്ത് വെക്കണം. ഇറങ്ങി കയറുന്നുണ്ട് എനിക്ക്. ഇറങ്ങി പോടാ വഴി. വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്, ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഡേയ്സിയും കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്ക് തനിക്ക് അറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന് ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കിയ തന്റെ പൊണ്ണത്തടി ഉണ്ടല്ലോ, കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനപ്പോ ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. ഇവരൊക്കെ എവിടെ പോയി കിടക്കണം? വേഗം ഓടി വാ, ഇല്ലെങ്കിൽ പന്നിനെ കൊല്ലും. കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും ഗുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാണ് ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക് അടിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇയാളിപ്പോ എന്തിനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചു കള. രാമനാഥനോടെന്നല്ല, യവനോട് ആറ്റുവാക്കാർ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നെറുവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ.